عبادك وبهائمك اللهم اسقي عبادك وبهائمك കത്തിയെരിയുന്ന പകൽ, ചൂടിന്റെ കാഠിന്യത്താൽ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ, മഴയ്ക്ക് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് നാടാകെ. പ്രാർത്ഥനകൾക്ക് മികച്ച ബലം പ്രതീക്ഷിച്ചാണ് വിശ്വാസികൾ സ്വലാത്തുൽ ഇസ്തിസ്കായുടെ ഭാഗമായത്. സ്വലാത്തുൽ ഇസ്തിസ്ക, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു ചര്യ കൂടിയാണ്. മനുഷ്യൻ ഇന്നുവരെ നേടിയെടുത്തിട്ടുള്ള അവൻ്റെ പരിജ്ഞാനമോ സാങ്കേതിക മികവുകളോ ഒന്നും പ്രകൃതി പ്രതിഭാസങ്ങളിൽ പിടിച്ചു നിൽക്കാൻ മനുഷ്യൻ അശക്തനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തിന്മകൾ നകന്ന് ധാർമ്മികമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. സ്ത്രീകളും കുട്ടികളുമെല്ലാം പങ്കെടുത്ത പൊതു നമസ്കാരം എന്ന തരത്തിൽ പള്ളിയങ്കണത്തിലായിരുന്നു പ്രാർത്ഥന. സമീപകാലത്ത് മഴയ്ക്കായി കേരളത്തിലെ മറ്റൊരു മുസ്ലിം ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തപ്പെട്ടിട്ടില്ല. എന്നാൽ ഗൾഫ് നാടുകളിൽ ഇത് പുതുമയുള്ള കാര്യവുമല്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാലുണ്ട്. അഭിലാൽ, ഈ മഴയ്ക്ക് വേണ്ടിയൊക്കെ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും പൂജകളും അല്ലെങ്കിൽ ഹോമങ്ങളൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം പള്ളിയിലും ഇപ്പോൾ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ ഗൾഫിലൊക്കെ ഇത് പതിവുള്ള കാര്യമാണ്. എന്തായാലും വിശ്വാസികളുടെ വഴി പോകുമ്പോൾ തീർച്ചയായും പ്രപഞ്ച ശക്തികളിലൊക്കെ ദൈവ സാന്നിധ്യം കണക്കാക്കുകയും ആ ശക്തികൾ കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ വഴിയിൽ ശരി. വിശ്വാസികളെ തൽക്കാലം ഈ വാർത്തയിൽ നിന്ന് മാറ്റി നിർത്താം. എന്തായാലും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ഈ പ്രാർത്ഥന. നല്ല കാര്യം അല്ലേ? അതെ, മന്ത്രങ്ങൾക്കും പ്രാർത്ഥനകൾക്കും മഴ പെയ്യിപ്പിക്കാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളത് തർക്ക വിഷയം തന്നെയാണ്. എന്തായാലും വിശ്വാസം, അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. വിശ്വാസം അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ഭാഗമാകാം. ദിവിഷ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഹൈന്ദവ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ, അവർക്കിടയിലാണ് ഇത്തരത്തിൽ മന്ത്രങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങൾ സംഘടിപ്പിച്ചാൽ മഴ പെയ്യുമെന്നുള്ള വിശ്വാസം കൂടുതൽ ഉള്ളത്. ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസം പങ്കുവയ്ക്കുന്ന മറ്റ് സംഘടനകളോ ആശ്രമങ്ങളോ ഒക്കെ തന്നെ ഇത്തരത്തിൽ യാഗങ്ങളൊക്കെ സംഘടിപ്പിച്ചത് മുൻകാലയളവിൽ വാർത്ത ആയിട്ടുമുണ്ട്. എന്നാൽ ഒരു മുസ്ലിം ദേവാലയം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു ചടങ്ങ് പ്രത്യേകമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതൊരു പുതുമയുള്ള കാര്യമാണ്. എന്നാൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് മഴ പെയ്യിക്കാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ മുസ്ലിം ആരാധനാലയങ്ങളടക്കം നടക്കുന്നത്. ഇന്നലെ രാവിലെ 7 മണിക്കാണ് ഏറെക്കുറെ 1 മണിക്കൂർ സമയം നീണ്ടുനിന്ന ഈ പ്രാർത്ഥന പള്ളി അങ്കണത്തിൽ സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും പ്രായമേറിയവരും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിരുന്നു. കാരണം ഇത്തരത്തിലൊരു സവിശേഷമായ സാഹചര്യത്തെക്കുറിച്ച് പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാം. കാരണം പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങുന്ന ആളുകൾ നേരിട്ട് അനുഭവിക്കുന്ന ആ വെയിലിൻ്റെ കാഠിന്യം, അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ അറിയിപ്പ് നൽകി പരമാവധി വിശ്വാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത്. എന്തായാലും പൊതുസമൂഹത്തിൽ, അതായത് സർവ്വ മത വിശ്വാസികൾക്കും അതല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്തവർക്കും ഒക്കെ തന്നെ ഗുണകരമാകുന്ന തരത്തിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് പ്രാർത്ഥന സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ, ഇത് കേട്ടവരൊക്കെ തന്നെ വലിയ കൈയടിയോടുകൂടി ഈ ചടങ്ങിനെ സ്വീകരിക്കുന്ന സ്ഥിതിയാണ് പത്തനംതിട്ടയിലുള്ളത്.